ഇസ്രായേലിന് പശ്ചിമേഷ്യ കയ്യേറാനുള്ള അവകാശമുണ്ട്. പറയുന്നത് മറ്റാരുമല്ല, അമേരിക്കയുടെ ഇസ്രായേൽ അംബാസഡറാണ്. അമേരിക്കൻ കമന്റേറ്ററായ ടക്കർ കാൾസൺ നൽകിയ അഭിമുഖത്തിലായിരുന്നു മൈക്ക് ഹക്കബി എന്ന അമേരിക്കയുടെ ഇസ്രായേൽ അംബാസഡർ അത്തരമൊരു പ്രസ്താവന നടത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തരിൽ ഒരാളായ ഹക്കബിയുടെ വാക്കുകൾ ആഗോളതലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കൂടുതൽ വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. പശ്ചിമേഷ്യയിലെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നിയന്ത്രണം വ്യാപിപ്പിക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്ന് നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ ഇസ്രായേൽ അംബാസഡർ മൈക്ക് ഹക്കബി. ടക്കർ കാൾസന്റെ പോഡ്കാസ്റ്റിലായിരുന്നു ഹക്കബിയുടെ ഈ വിവാദ പ്രസ്താവന. ഇറാഖിലെ യൂഫ്രട്ടീസ് മുതൽ ഈജിപ്തിലെ നൈൽ നദി വരെയുള്ള പ്രദേശം അബ്രഹാമിന്റെ പിൻഗാമികൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണെന്ന ബൈബിളിലെ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു മൈക്ക് ഹക്കബി. ബൈബിളിലെ വചനമനുസരിച്ച് ആധുനിക ജൂത സമൂഹത്തിന് ഫലസ്തീനും പശ്ചിമേഷ്യയിലെ മറ്റു പല പ്രദേശങ്ങൾക്കും മേൽ അവകാശമുണ്ട് എന്നായിരുന്നു ക്രിസ്ത്യൻ സയനിസ്റ്റും കടുത്ത ഇസ്രായേൽ അനുകൂലിയുമായ ഹക്കബി മറുപടി പറഞ്ഞത്. യൂഫ്രട്ടീസ് മുതൽ നൈൽ വരെ എന്ന് പറയുമ്പോൾ ഫലസ്തീൻ, ലെബനൻ, സിറിയ, ജോർദാൻ, സൗദി അറേബ്യയുടെയും ഇറാഖിന്റെയും ചില ഭാഗങ്ങൾ എന്നിവ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മറ്റ് നിരവധി മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥരും മുന്നോട്ട് വെക്കുന്ന ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയെ പിന്തുണയ്ക്കലാണ് ഈ പ്രസ്താവന എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഫലസ്തീൻ ജനത നൂറ്റാണ്ടുകളായി ഈ മേഖലയിൽ കഴിയുന്നവരാണ് എന്ന് കാൾസൺ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ ബൈബിളും ചരിത്രവും വംശീയമായ ബന്ധവുമാണ് ഏറ്റവും പ്രധാനമെന്നായിരുന്നു ഹക്കബിയുടെ വാദം. കൂടാതെ ഗസയിലെ വംശഹത്യയെക്കുറിച്ചുള്ള ചൂടേറിയ വാദവും അഭിമുഖത്തിലുണ്ടായി. ആധുനിക ചരിത്രത്തിലെ ഏതൊരു സൈന്യത്തെക്കാളും സിവിലിയൻ മരണങ്ങളുടെ അനുപാതം കുറയ്ക്കാൻ ഇസ്രായേൽ സൈന്യം ശ്രമിച്ചു എന്നായിരുന്നു 72,000 പേരെ കൊന്നു തള്ളിയ ഇസ്രായേലി നടപടിയെ ഹക്കബി ന്യായീകരിച്ചത്. 2025 ജൂണിൽ ഹക്കബി നടത്തിയ ഒരു പ്രസ്താവനയിൽ അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീൻ രാഷ്ട്രം ഇനി US-ന്റെ നയലക്ഷ്യമല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയൊന്നു വേണമെങ്കിൽ പശ്ചിമേഷ്യയിലെ മുസ്ലിം രാജ്യങ്ങൾക്ക് അവരുടെ ഭൂപ്രദേശം വിട്ടു നൽകേണ്ടി വരുമെന്നായിരുന്നു അന്നത്തെ പ്രസ്താവന. ഇസ്രായേൽ രാഷ്ട്രത്തെയും ഫലസ്തീൻ ഭൂപ്രദേശത്തിന്റെ മേലുള്ള അവരുടെ കടന്നുകയറ്റത്തെയും പിന്തുണയ്ക്കുന്ന മതരാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായ ക്രിസ്ത്യൻ സയനിസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നയാളാണ് ഹക്കബി. ബൈബിളിലെ വചനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇക്കൂട്ടർ ഇസ്രായേൽ അധിനിവേശത്തിനുള്ള ന്യായീകരണങ്ങൾ ചമയ്ക്കുന്നത്. 3 കോടിയിലധികം ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ അമേരിക്കയിൽ മാത്രമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി സെറ്റിൽമെന്റുകൾക്കായി ദശലക്ഷക്കണക്കിന് ഡോളറുകളാണ് ഇവർ വർഷാവർഷം സംഭാവന ചെയ്യുന്നത്. അവരുടെ വീക്ഷണം അനുസരിച്ച് ഫലസ്തീൻ ഇല്ല, വെസ്റ്റ് ബാങ്ക് ഇല്ല, അതെല്ലാം ജൂത വിഭാഗങ്ങളുടെ വിശുദ്ധ പ്രദേശങ്ങളാണ്. എന്തിനേറെ ഇസ്രായേലിന്റെ കുടിയേറ്റ സെറ്റിൽമെന്റുകളെ പോലും അവർ വിശേഷിപ്പിക്കുന്നത് കമ്മ്യൂണിറ്റികളും നഗരങ്ങളും ഒക്കെയായിട്ടാണ്. നിലവിലെ ഹക്കബിയുടെ പ്രതികരണത്തിനെതിരെ കടുത്ത വിമർശനമാണ് മുസ്ലിം അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഹക്കബിയുടെ അഭിപ്രായങ്ങൾ അപകടകരവും പ്രകോപനപരവുമാണ് എന്നാണ് 14 അറബ് മുസ്ലിം രാജ്യങ്ങൾ വിമർശിച്ചത്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ, അറബ് ലീഗ്, ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ എന്നീ സംഘടനകളും തുർക്കി, സൗദി അറേബ്യ, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഒപ്പുവെച്ച സംയുക്ത പ്രസ്താവനയിലാണ് ഹക്കബിക്കെതിരായ നിലപാട് അറിയിച്ചിരിക്കുന്നത്. പരാമർശങ്ങൾ UN ചാർട്ടറിനെയും ഗസ യുദ്ധത്തിന്റെ സമഗ്രമായ ഒത്തുതീർപ്പിനുള്ള ചർച്ചകളെയും അട്ടിമറിക്കുന്നതാണ് എന്നും പ്രസ്താവന കുറ്റപ്പെടുത്തുന്നുണ്ട്. ഹക്കബിയുടെ വാക്ക് അശ്രദ്ധവും നിരുത്തരവാദിത്തപരവുമാണെന്നായിരുന്നു സൗദി അറേബ്യ പ്രതികരിച്ചത്. മേഖലയിലെ രാജ്യങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണമാണ് എന്ന് ജോർദാനും കുറ്റപ്പെടുത്തുന്നു.